2021 ബി ജെ പിക്ക് ഉണ്ടായിരുന്ന നേമത്തെ സീറ്റ് പൂട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെ അങ്ങ് ആഹ്ലാദിച്ചു. അതിനുശേഷം ഇനി കേരളത്തിൽ വളരില്ല എന്നാണ് ഈ രണ്ട് മുന്നണികളും കരുതിയത്. ആ ഒന്നിൽ നിന്നാണ് ഇപ്പോൾ 3 എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ബംഗാളിലും സ്ഥിതി 2016 3 സീറ്റായിരുന്നു. 2021 വരുമ്പോൾ അത് 77 സീറ്റായി മാറും. അപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ ഉന്നം വയ്ക്കുന്നത് 2031 ആയിരിക്കും. 31 കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ബംഗാളിൽ നിന്ന് ഇനിയിപ്പോൾ ബി ജെ പി നേരെ വരാൻ പോകുന്നത് 8 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നേരിടുന്ന പഞ്ചാബിലേക്കാണ്. പിന്നീട് കേരളം തന്നെ ആയിരിക്കും ഉന്നം, അല്ലേ? ബി ജെ പിയുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയാൻ പോകുന്ന 2 സംസ്ഥാനങ്ങൾ ഇനി സൗത്ത് ഇന്ത്യയിലുള്ളത് കേരളവും തമിഴ്നാടുമാണ്. അതിൽ നമ്മൾ ബംഗാളിൽ ശ്രദ്ധിച്ച പോലെ കേരളത്തിൽ നിലവിൽ കേന്ദ്ര നേതൃത്വം ശ്രദ്ധിച്ചെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തവണ അവരുടെ അജണ്ടയിൽ പ്രധാനമായിട്ടും ബംഗാളാണ്. അതിൽ വലിയ വിജയം നേടുകയുണ്ടായി. കാരണം നേരത്തെ പറഞ്ഞ പോലെ 3-ൽ നിന്ന് 77 77-ൽ നിന്ന് 206 ഉയർന്നു എന്നുള്ളതാണ്. വോട്ട് ശതമാനവും ഒരു 45% മുകളിലേക്ക് ബംഗാളിൽ പോവുകയുണ്ടായി. അപ്പോൾ കേരളത്തിലും ബി ജെ പി, ഞാൻ എൻ്റെ വ്യക്തിപരമായി എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബി ജെ പിക്ക് വിജയമുണ്ടായിട്ടില്ലെങ്കിൽ പോലും 3 സീറ്റുകളെന്ന് പറയുന്നത് ഞാനൊരു 1/2 ഡസൻ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയ സാധ്യത കണ്ടിരുന്നു. കാരണം അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ വിജയിക്കാതെ പോയത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായതുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടുകയുണ്ടായി. പക്ഷേ കൗണ്ടറായിട്ടൊരു പോളറൈസേഷൻ അവിടെ ഉണ്ടായി. അതിൻ്റെ ബെനിഫിഷ്യറിയാണ് എതിർ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചത്. എന്നാൽ പോലും കേരള രാഷ്ട്രീയത്തിലൊരു പുതിയ ചരിത്രം അല്ലെങ്കിൽ പുതിയ ഒരു വഴിത്തിരിവാണ് ഈ തെരഞ്ഞെടുപ്പ്. അതായത് പ്രതിപക്ഷത്ത് നമ്മളെ കേരളത്തിൽ നമ്മൾ കണ്ട UDF LDF എന്നുള്ള ഒരു ബൈപോളർ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി 3ാമതൊരു രാഷ്ട്രീയ ശക്തി കേരളത്തിൽ ശക്തമായി ഉദയം ചെയ്യുന്നു. ആ 3ാമത് രാഷ്ട്രീയ ശക്തിയുടെ ഒരു പ്രത്യേകത, ഇപ്പം തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടി പോലെയല്ല. ഇത് ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന തലത്തിൽ അതിൻ്റേതായ സ്വാധീനവും ഉണ്ടാവും. അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ നിയമസഭയിലെ 3 കരുത്തുറ്റ മെമ്പർമാരുമായിട്ടാണ്. അപ്പം അതിൽ നമ്മൾ നിയമസഭയിൽ കയ്യാങ്കളിക്കും അതുപോലെ മുണ്ടുമടക്കി കുത്തി സ്പീക്കറെ ചേംബറിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ശിവൻകുട്ടിയെ പോലുള്ള ആളുകളെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സഭയിൽ നല്ല ഒരു നിലവാരമുള്ള 2 ക്യാബിനറ്റ് മിനിസ്റ്റർമാരായിട്ട് വർക്ക് ചെയ്ത പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉള്ള 2 പേരും, അതുപോലെ മുതിർന്ന BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഗോകുമാറും MLA-മാരായിട്ട് വരികയാണ്. അപ്പം അതിനൊരു ക്വാളിറ്റി പരമായിട്ടൊരു മാറ്റമുണ്ട്. അതായത് കേരള നിയമസഭ കഴിഞ്ഞ 5 വർഷവും ഐകകണ്ഠേന ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടും മറ്റ് പല രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരായിട്ട് പല വിഷയങ്ങളിലും ഐകകണ്ഠേന കേരള നിയമസഭ രാഷ്ട്രീയ കാരണങ്ങളാൽ പ്രമേയം പാസ്സാക്കി. ഇനി അതുണ്ടാവില്ല. കാരണം കേരള നിയമസഭയിൽ ഇനി ഒരു ഐകകണ്ഠേനയുള്ള പ്രമേയം ഇനി ഉണ്ടാവില്ല. കാരണം BJPയുടെ 3 അംഗങ്ങളുണ്ടാവും. അതായത് നമ്മൾ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കിയത് SIR-നെതിരായാണെങ്കിലും മറ്റേ CAA-ക്കെതിരാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും അതുപോലെ അല്ലെങ്കിൽ മദനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കി കുപ്രസിദ്ധമായ ഒരു നിയമസഭയാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതല്ല, മറ്റ് ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ പലതും ഉന്മൂലനം ചെയ്യപ്പെട്ടു ഈ സുനാമിയിൽ. അപ്പോൾ അതിന് തിരിച്ചു വരാൻ പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെ നിന്നവരാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞിട്ട് പ്രധാന ശക്തി BJP-യാണ് വരുന്നത്. ഈ പ്രധാന പാർട്ടികളാണ് പ്രധാന നായക രംഗത്തുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിലെ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സാധ്യതയുണ്ട്. മറ്റൊന്ന്, CPM-ന് കേരളത്തിൽ പഴയതുപോലെ അവരുടെ കരുത്ത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് അതിനകത്ത് സംശയമുണ്ട്. കാരണം അവരുടെ ഉരുക്ക് കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ അടിതെറ്റിയതുകൊണ്ട് കോട്ട പൊളിഞ്ഞു എന്നുള്ളതാണ്. അത് റീബിൽഡ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അത് നമുക്ക് പ്രത്യേകിച്ചൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനാൽ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ നിരയിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ CPM-ന് ഏറ്റവും കൂടുതൽ സമരം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതായത് ഒരുപാട് വിവാദങ്ങളുണ്ടാവും.
ഒരുപാട് സമരങ്ങളെ നമ്മൾ സഹിക്കേണ്ടി വരും. ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിനുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കാര്യമായ സമരങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോൾ ഒരു വഴിയാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ട്രാഫിക് ജാമുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചില ജലപീരങ്കിയുടെ ഒരു അരമണിക്കൂറുള്ള പ്രശ്നങ്ങളെ വരുന്നുള്ളൂ. പൊതുവേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സമരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഒരു ജനകീയ സമരമൊന്നും കേരളം കണ്ടില്ല കഴിഞ്ഞ 10 വർഷം. ഇനി അങ്ങനെയല്ല. CPM പുറത്തു പോയാൽ അവർ നിരന്തരം സമരം നടത്തി അവർ റിവൈവ് ചെയ്യും. പക്ഷേ ആ സമരം ചെയ്ത് തിരിച്ചു വരുന്ന സാധാരണ 5 വർഷത്തിലൊരിക്കൽ ഭരണമാറ്റം നടക്കുമ്പോഴത് വളരെ എളുപ്പമായിരുന്നു. ഈ 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഇനി സമരം ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സമരം ചെയ്യുന്നത് വെയിൽ കൊള്ളുന്ന പരിപാടിയാണ്. അപ്പം 10 വർഷം അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂഷ സുഖസൗകര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തവർ ഇനിയും ഒരു വെയിൽ കൊള്ളാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. രണ്ടാമത് നേതൃത്വം മുഴുവനും അവർ വെട്ടിനിരത്തി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ CPMന് പഴയതുപോലെ ഒരു പ്രതിപക്ഷ നിലയ്ക്ക് ശോഭിക്കാൻ കഴിയുമെന്നൊന്നുമില്ല. പക്ഷേ BJPക്ക് ആ സ്പേസിലേക്ക് വരാൻ കഴിയും. BJPക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് ശതമാനം 14.2ആണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 14.7%, കഴിഞ്ഞ ലോക്സഭയിൽ അവർക്ക് ഏതാണ്ട് 20%, 19.6% വോട്ട് ലഭിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിലൊരു സുനാമി ആയിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ചാണ് BJP 14%-ലധികം വോട്ടും 3 സീറ്റ് നേടിയതെന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു സിഫോളജിക്കലായിട്ട് നമ്മളിങ്ങനെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് വരുമ്പോൾ സാധാരണ മൂന്നാം ശക്തികളൊന്നും പിടിച്ചു നിൽക്കാറില്ല. അത് 1984 ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കാണും. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ ഒരു സ്വീപ്പായിരിക്കും. പക്ഷേ ഇത്തവണ കേരളത്തിൽ അത്തരം ഒരു UDF തരംഗം ഉണ്ടായിട്ടും, തരംഗമെന്നല്ല, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു തരംഗം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു തരംഗം ഉണ്ടായിട്ടും BJP പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 30-ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് 30,000-ന് മുകളിൽ ഏതാണ്ട് 67,000 വരെ ഉള്ള വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു പരിധി വരെ നമ്മൾ 6 മണ്ഡലങ്ങളിലധികം 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP ഈ തരംഗത്തിൽ ഒരു പരിധിയിൽ പിടിച്ച് നമ്മൾ പ്രതീക്ഷ അനുസരിച്ച് ഉയർന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതൊരു 18-20%. 20% വോട്ട് നേടിയെങ്കിൽ ഒരു കങ് അസംബ്ലിയിലേക്ക് സ്റ്റേറ്റ് പോകേണ്ട സാഹചര്യം വരും. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ എന്നാൽ പോലും 3 അംഗങ്ങളുമായിട്ട് BJP വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് BJPക്ക് ഒരുപാട് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത്, സ്ഥാനാർത്ഥി നിർണ്ണയം, ഘടകകക്ഷികൾ എങ്ങനെയാണ്. അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ NDA പക്ഷത്തുള്ള ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് ഏതാണ്ട് 39ഓളം മണ്ഡലങ്ങളിൽ മത്സരിച്ച 2020-യും അതുപോലെ BDJSും സമ്പൂർണ്ണ പരാജയമായിരുന്നു. അപ്പോൾ ഒരു മണ്ഡലം ഒഴിച്ച് 20,000-ന് മുകളിൽ, അതായത് കുന്നത്തുനാട് പോലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2020ക്ക് 50,000-ലധികം വോട്ടും BJPക്ക് 8,000-ലധികം വോട്ടുണ്ട്. അതായത് 58,000 വോട്ട് ലോക്കൽ ബോഡി ഇലക്ഷനെ കിട്ടിയെടുത്ത് ഇപ്പോൾ 40,000 വോട്ടിലേക്ക് ചുരുങ്ങി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഘടകകക്ഷികൾക്ക് 2020ക്കും BDJSനും ഉയരാൻ കഴിഞ്ഞില്ല. തോൽക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മാന്യമായ ഒരു തോൽവി. ഇപ്പോൾ കായംകുളം പോലെയുള്ള മണ്ഡലങ്ങളിൽ, നല്ല സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും BDJ സ്ഥാനാർത്ഥികൾക്ക് കാര്യമായ വോട്ട് ലഭിച്ചിട്ടില്ല. അത് കോട്ടയത്താണെങ്കിലും അതുപോലെ 2020യുടെ സീറ്റുകളിൽ തൃപ്പൂണിത്തുറയാണെങ്കിലും കൊടുങ്ങല്ലൂർ. അപ്പോൾ എനിക്ക് തോന്നുന്നു BJP ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥികൾ വട്ടിയൂർക്കാവ്, കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ, ഈ 3 നിയോജക മണ്ഡലങ്ങളിലും, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും 2020ക്ക് കൊടുക്കേണ്ടി വന്നു. ഈ 3 നിയോജക മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു, നല്ല കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇപ്പം എൻ്റെ കണക്ക് അനുസരിച്ച് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് BJP ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പരിമിതിയാണ് വട്ടിയൂർക്കാവിൽ BJP പരാജയപ്പെടാനുള്ള കാരണം എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം BJPക്ക് സാധ്യതയുള്ളൊരു മണ്ഡലമായിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തെക്കാൾ ഉപരി വട്ടിയൂർക്കാവിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതേസമയം കഴക്കൂട്ടത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. വട്ടിയൂർക്കാവിന് പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രശാന്ത് അവിടെ MLA ആണെങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ ഉയർത്തുന്ന പോലെ, അല്ലെങ്കിൽ CPMൻ്റെ സംഘടനാ ശക്തി വെച്ച് നോക്കുമ്പോഴും കഴക്കൂട്ടം CPMന് വളരെ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. വട്ടിയൂർക്കാവ് അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റിജിഡിറ്റി ഇല്ലാത്ത ഒരു മണ്ഡലമാണ്. വളരെ ഫ്ലെക്സിബിളാണ്, ഫ്ലോട്ടിംഗ് ആണ് വോട്ട് പലപ്പോഴും. നമുക്ക് അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ശക്തിയുടെ ശക്തി കേന്ദ്രമെന്ന് പറയാൻ കഴിയില്ല. അപ്പം BJPയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തിളക്കമാർന്ന വിജയം, നിയമം ആൾറെഡി BJPയുടെ കയ്യിലുള്ളൊരു മണ്ഡലമാണ്. കഴക്കൂട്ടവും ചാത്തന്നൂരുമാണ്. കാരണം ഈ 2 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദുർഗങ്ങൾ തന്നെയാണ്. വിശേഷിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്തെ CPMൻ്റെ
സംഘടനാ ശക്തിയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് കഴക്കൂട്ടം ബെൽറ്റാണ്. ആ. ആ മെഡിക്കൽ കോളേജ് നമ്മൾ ഈ പറഞ്ഞ ഭാഗത്താണ്. പക്ഷേ അവിടെ മുരളീധരൻ മുന്നേറിയെന്നുള്ളതാണ്. അപ്പം നമുക്കത് ആ വിജയം എന്ന് പറയുന്നത് അത് ഒരു 10 വിജയത്തിൻ്റെ എഫക്റ്റാണ് ഈ കഴക്കൂട്ടത്തെ വിജയം. അപ്പോൾ CPM സാധാരണ നമുക്ക് കാരണം സംഘടനാപരമായിട്ട് അത്രയും കരുത്തുറ്റ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു മണ്ഡലത്തിലാണ് BJP ജയിച്ചത്. പക്ഷേ BJPക്ക് നഷ്ടമായത് നഗരമണ്ഡലത്തിൽ കുറച്ചുകൂടി എളുപ്പം, അത്രയധികം ചലഞ്ചില്ലാത്ത ഒരു മണ്ഡലം നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ വട്ടിയൂർക്കാവിൽ നിന്ന് BJPക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. പക്ഷേ അതുപോലെ തന്നെ ഘടകകക്ഷികൾക്ക് സീറ്റ് വാരിക്കോരി കൊടുക്കുമ്പോൾ ഘടകകക്ഷികളിൽ ഒന്നുകിൽ അതനുസരിച്ച് ഘടകകക്ഷികൾ ഉയരുകയോ അല്ലെങ്കിൽ അവരെ ഉയർത്തുകയോ ചെയ്യണം. ഇത് രണ്ടും ഉണ്ടായില്ല. ഘടകകക്ഷികളുടെ സീറ്റിൽ നിന്ന് MLA സ്ഥാനാർത്ഥികളെ പലർക്കും അവർക്കും അറിയില്ല, ജനങ്ങൾക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 38 മണ്ഡലങ്ങളിലെ NDA ആ തരത്തിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ BJP പഠിക്കേണ്ട ചില ലെസൺസ് ഉണ്ടല്ലോ, അതിൽ വരുന്ന ലെസൺ ഇതാണ്. അതായത് BJP മുന്നേറി, എന്നാൽ BJP NDA സഖ്യത്തിന് ആ മുന്നേറ്റത്തിന് അനുയോജ്യമായ തരത്തിൽ മുന്നേറാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് 2020 എല്ലാ സീറ്റിലും ഒരുപോലെ ഉയരണമെന്നല്ല ഞാൻ പറഞ്ഞ, ഒരു ഹാഫ് ഡസൻ സീറ്റിലെങ്കിലും അവർക്ക് ഒരു ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. കാരണം 2016 മുതൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലം അല്ലെങ്കിൽ കായംകുളം പോലെയുള്ള മണ്ഡലങ്ങൾ, കോട്ടയം നിയമസഭാ മണ്ഡലം, അതുപോലെ നമ്മുടെ കൊടുങ്ങല്ലൂർ, മറ്റ് പല മണ്ഡലങ്ങൾ, അതുപോലെ BJPക്ക് വളരെ മുന്നേറാൻ കഴിയുമായിരുന്ന, വിജയസാധ്യത ഇല്ലെങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്കെങ്കിലും വരാൻ കഴിയുമായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലം. കാരണം തൃപ്പൂണിത്തുറയിലെ മുനിസിപ്പാലിറ്റിയിലാണ് BJPയുടെ ശക്തി കേന്ദ്രം, പഞ്ചായത്തുകളിൽ കുറവാണ്. പക്ഷേ BJP 2020 ഒരു പരിധി വരെ ഏതാണ്ട് 30,000-അടുത്തുള്ള 29,000-ലധികം വോട്ടോടെ ലഭിച്ചു. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഏറ്റുമാനൂരൊക്കെ നല്ല ബേസുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെയൊന്നും BJPക്ക് BDJസിനും 2020ക്കും ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ഈ NDA എന്നുള്ള മുന്നണി എന്നുള്ള തലത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ BJP ഒരു ചരിത്ര വിജയം നേടി. ഒരുപക്ഷെ അത് നമുക്ക് പശ്ചിമബംഗാളിൽ 2014 BJP 3 സീറ്റുമായിട്ടാണ് മുന്നേറിയത്. കേരളത്തിൽ നമുക്ക് അതുപോലെ കാണാം. അപ്പോൾ 2031 ആകുമ്പോഴത്തേക്കും ഭരണകക്ഷി ആയില്ലെങ്കിലും മുഖ്യ പ്രതിപക്ഷം ആകുക. എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടിയും ആദ്യം മുഖ്യ പ്രതിപക്ഷമാകണം. അല്ലാതെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ AIDMK 77-ലും ഇപ്പോഴും TVK വിജയുടെ പാർട്ടിയും ജനിച്ചപ്പോൾ തന്നെ അവർ ഭരണത്തിലേക്ക് കയറി ഭരണകക്ഷിയായിട്ട് മാറുകയാണ്. അത് 2 വർഷം മാത്രം പ്രായമേ ഉള്ളൂ. അതെ, അവർക്കങ്ങനെ പാർട്ടി ഘടകങ്ങളോ ജില്ലാ സമിതികളോ പോളിറ്റ് ബ്യൂറോ ഒന്നും കാര്യമായിട്ടില്ല. പക്ഷേ അവർ അധികാരത്തിലേക്ക് അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ചുറ്റുപാടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം പ്രതിപക്ഷത്തിൻ്റെ നായക സ്ഥാനത്തേക്ക് വരണം. ഇപ്പം പശ്ചിമബംഗാളിലും BJP 2021 പ്രതിപക്ഷ നേതാവാകണം. 2011-ലും 2016-ലും കോൺഗ്രസ് ആയിരുന്നു മുഖ്യ പ്രതിപക്ഷം. പശ്ചിമബംഗാളിൽ CPM 11-ന് പരാജയപ്പെടും, കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമാണ് ഔദ്യോഗികമായിട്ട് നിയമസഭയിൽ 42 സീറ്റ് വാങ്ങിയിട്ട് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ കേരളത്തിൽ ആദ്യം BJP 2031 പ്രധാന പ്രതിപക്ഷമായി വരികയും പിന്നീട് അത് മുന്നേറുകയും ചെയ്യുന്നൊരു സാഹചര്യം എന്തായാലും കേരളത്തിലുണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം ആദ്യത്തിൽ ഈ വിജയം ഒരു വളരെ മിന്നുന്ന വിജയമാണ്. ഈ 3 സീറ്റിനെ ഞാൻ കാണുന്നത് കേരള രാഷ്ട്രീയത്തിലെ 30 സീറ്റിൻ്റെ എഫക്റ്റിലാണ്. കാരണം ഞാൻ വളരെ 77 മുതൽ രാഷ്ട്രീയ മേഖലയിൽ നിരന്തരം ഇടപെടുന്ന ഒരാളെന്ന തരത്തിൽ, പഠിക്കുന്ന ഒരാളെന്ന തരത്തിൽ നമ്മൾ കാണുന്ന കേരളത്തിലെ എല്ലാ ചർച്ചകളിലും പറയുന്നൊരു വാക്കുണ്ട്, ഇത് കേരളമാണ്, ഇത് കേരളമാണ് എന്നുള്ളത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ആയിട്ട്, അതായത് അത് BJP എന്ന് പറയുന്നത് വളരെ നികൃഷ്ടമായ രീതിയിലും. അപ്പം കേരള രാഷ്ട്രീയ ചർച്ചകളിൽ ഏക വർഗീയ പാർട്ടി BJP ആണ്. ഇവിടെ SDP സെക്കുലർ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടിയാണ്, വെൽഫെയർ പാർട്ടി സെക്കുലർ പാർട്ടിയാണ്, അതുപോലെ PDP സെക്കുലർ പാർട്ടിയാണ്, INL സെക്കുലർ പാർട്ടിയാണ്. പക്ഷേ BJP മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളെ ചർച്ചയിലെല്ലാം വർഗീയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളമാണ്. കേരളത്തിൽ നമ്മൾ ചില രാഷ്ട്രീയ ഈ വാർത്താ ചാനലുകളിൽ പോലും ചില ആങ്കർമാരായി നിൽക്കുന്നവർ പോലും BJPയെക്കുറിച്ചുള്ളൊരു സമീപനം ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ശ്രദ്ധിക്കുകയുണ്ടായി. ആ തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് 3 സീറ്റിലേക്ക് വിജയിക്കുക എന്ന് പറയുന്നത്, കാരണം BJP നേമത്ത് ജയിച്ചപ്പോഴത്തേക്ക് ഒരു നെറേറ്റീവ് കൊണ്ടുവന്നത് സിമ്പതി ഫാക്ടറാണ് രാജഗോപാലിനോട്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ജയിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത് സിനിമാ നടനായതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആറ്റിങ്ങലിൽ BJP ഇത്ര ഉയർന്ന നിലയിലേക്ക് വന്നു. ആലപ്പുഴയിൽ BJP ലോകസഭയിൽ വളരെ മുന്നേറുകയുണ്ടായി.
അപ്പം അതുപോലെ കോൺഗ്രസ് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പല ശക്തി കേന്ദ്രങ്ങളിലും BJP ഒന്നാം സ്ഥാനത്തേക്ക് വന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ആ തരത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ NDA എന്നുള്ള തലത്തിൽ, ഒരു മുന്നണി എന്നുള്ള തലത്തിൽ അതിന് വിജയിച്ചതുപോലെ ഉയരാൻ കഴിഞ്ഞു. അതിന് 2 ഫാക്ടറുണ്ട്. ഒന്ന് ഘടകകക്ഷികളുടെ പരിമിതി, മറ്റൊന്ന് ഈ രാഷ്ട്രീയ സുനാമി ആയിരുന്നു. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ പോയി. അപ്പോൾ BJP ഒരർത്ഥത്തിൽ അതിനെ അതിജീവിച്ചാണ് ഈ വിജയം നേടിയത്, ഈ മിന്നുന്ന വിജയം നേടിയത്. അതിൽ ഏറ്റവും മാതൃകാപരമായി നിയമസഭയിൽ പെരുമാറാൻ കഴിയുന്ന 3 പേരെയാണ് BJP നിയമസഭയിൽ അയക്കുന്നു എന്നുള്ളത്. അത് നമ്മൾ നിയമസഭയിലെ ചർച്ചകളിൽ നമ്മൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. വിശേഷിച്ചും വികസന വിഷയങ്ങളിൽ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അപ്പം കേരളത്തിൻ്റെ പ്രതിപക്ഷ നിരയിൽ വളരെ ഗുണപരമായ മാറ്റം BJP-യുടെ ഈ നേതൃത്വത്തിന് പ്രകടമാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചരിത്രപരമായ മുന്നേറ്റമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഗ്രാജുവൽ ഡിക്ലൈനിനുള്ള വഴി തുറക്കുകയാണ്. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ CPM-ൻ്റെ മുന്നിൽ അവർ തുറിച്ചു നോൽക്കുന്നത് അവരുടെ 2 പൂർവികരായിട്ടുള്ള ത്രിപുരയിലെ ഘടകവും CPM-ഉം പശ്ചിമ ബംഗാളിലെ CPM-ൻ്റെയും അവസ്ഥയാണ്. അപ്പം നമ്മൾ ചില വീടുകളിൽ നമ്മുടെ പൂർവികരുടെ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കും. അതുപോലെ CPM-ൻ്റെ കേരളത്തിൽ റിവൈവ് ചെയ്യാനുള്ള ഒരു ആവേശം അണികൾ ഉണ്ടാവുമ്പോൾ ഈ 2 സ്റ്റേറ്റിലെ അവരുടെ പരാജയം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കും കേരളത്തിൽ. കാരണം BJP ഒരു ബദൽ രാഷ്ട്രീയ ഫോഴ്സായിട്ട് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഈ പൊളിറ്റിക്സിനെതിരായിട്ട് കേരളത്തിൽ ഉയർന്നു പോയി. വരുന്ന 5 വർഷം എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ BJP-യുടെ വർഷമായിരിക്കും ആ തരത്തിൽ 5 വർഷം. കാരണം പ്രതിപക്ഷം എന്നുള്ള തലത്തിൽ വിശേഷിച്ച് മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെരുവിൽ പ്രകടമാകുന്ന ഒരു രീതിയായിരിക്കും. ഇതുവരെയുള്ള ചരിത്രം വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആ തരത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നമുക്ക് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.